നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF പ്രകടന പത്രികയിൽ മെയ് 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞ കാര്യം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധ യാത്ര നടത്തി. നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഫിസിയോതെറാപ്പി സെന്റർ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ കേന്ദ്രം അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണമെന്ന് LDF നഗരസഭാ സമിതി ആവശ്യപ്പെട്ടു. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ടും മറ്റും ആക്രമിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിൽ. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വില വർധനവ് നിലവിൽ വന്നു. നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണ് ശബരിമല തീർത്ഥാടകന് പരിക്കേറ്റു. ഗൂഡല്ലൂർ സ്വദേശി രവിചന്ദ്രനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. UDF പ്രകടന പത്രികയിൽ മെയ് 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞ കാര്യം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും വണ്ടൂർ വരെ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധ യാത്ര നടത്തി. UDF സർക്കാർ ഭരണത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ്. അത് കാരണം ഞങ്ങൾ ഇന്ന് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് KSRTC യാത്ര ചെയ്യാൻ കയറി. ഞങ്ങളോട് ടിക്കറ്റ് എടുക്കണം പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഇതുപോലെ മഹിളാ മോർച്ചന്റെ പ്രതിഷേധ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പ്രാബല്യത്തിലാക്കുന്നതുവരെ. മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ സുനിത ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് വനിതകൾ ടിക്കറ്റ് എടുക്കാതെ KSRTC ബസ്സിൽ യാത്ര നടത്തിയത്. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു M സാമുവൽ, ഷിനോജ് പണിക്കർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ അജയ് തോമസ്, വിജയ് നിർമ്മല, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുനിത ചോക്കാട്, ജിഷ ശിവദാസ്, മീഡിയ സെൽ ജില്ലാ കൺവീനർ ഗിരീഷ് പൈക്കാടൻ, കാർത്തിക PV, ലിബിൻ CS തുടങ്ങിയവരും പങ്കെടുത്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങളുടെ മാൻഡേറ്റ് നേടി അധികാരത്തിലേക്ക് പോകുന്ന UDF അവരുടെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. UDF വിജയിച്ചു കഴിഞ്ഞാൽ മെയ് 15-ാം തീയതി മുതൽ ഈ കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമെന്ന ആ വാക്ക് ഇന്നിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം VD സതീശനെയും കൂട്ടരെയും അറിയിക്കുകയാണ്. നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഫിസിയോതെറാപ്പി സെന്റർ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ കേന്ദ്രം അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണമെന്ന് LDF നഗരസഭാ സമിതി ആവശ്യപ്പെട്ടു. ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത് വഴി സാധാരണക്കാരായ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുവാനാണോ നഗരസഭയുടെ ഈ നീക്കമെന്ന് സംശയിക്കുന്നതായും LDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം പറഞ്ഞു. നഗരസഭയിലെ ഭിന്നശേഷി വിഭാഗത്തിലെ ദുർബലരായ കുട്ടികൾക്ക് സൗജന്യമായി ഫിസിയോ
തെറാപ്പി നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്റർ ഇന്ന് 4 മാസത്തിലധികമായി നഗരസഭയിൽ അടച്ചുപൂട്ടിയതായാണ് കാണുന്നത്. LDFന്റെ ഭരണസമിതി ഭിന്നശേഷി മേഖലയിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്ക്, മികവുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ നഗരസഭയായിരുന്നു. ഈ നഗരസഭയിലാണ് പുതിയ ഭരണസമിതി സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിലവിൽ പൂർണ്ണമായി സൗജന്യമായി ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഈ അടച്ചുപൂട്ടിയ ഫിസിയോതെറാപ്പി സെന്റർ തുറന്നു പ്രവർത്തിക്കണമെന്നും തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് LDF നേതൃത്വം നൽകുമെന്ന് ഭരണസമിതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യ സേവനം ലഭിച്ചിരുന്ന കേന്ദ്രം അടച്ചതോടെ പാവപ്പെട്ട കുടുംബങ്ങൾ സ്വകാര്യ ഫിസിയോതെറാപ്പി സെന്ററുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. പ്രതിദിനം 300 മുതൽ 1500 രൂപ വരെ ഇതിനായി ഇവർക്ക് ചിലവാകുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നിലമ്പൂർ നഗരസഭയ്ക്ക് പുതിയ ഭരണസമിതിയുടെ ഈ അവഗണന തിരിച്ചടിയാണ്. മുൻ ഭരണസമിതിയുടെ നേട്ടങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് സെന്ററിനുള്ളിൽ ഉപയോഗിക്കാതെ നശിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പൊതുമുതൽ നശിപ്പിക്കലാണെന്നും പരാതിയുണ്ടെന്നും കക്കാടൻ റഹീം പറഞ്ഞു. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ടും മറ്റും ആക്രമിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിൽ. എടവണ്ണ സ്വദേശികളായ പുത്തൻവീട്ടിൽ വഫീദ് എന്ന പാപ്പി, പുതുക്കോടൻ വിജീഷ് എന്ന കൊച്ചു, തിരുവനന്തപുരം ചിറയൻകീഴ് ചിലമ്പിൽ ശാസ്തവട്ടം സ്വദേശി അനിൽ ഭവനിൽ അമൽ എന്ന കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കാപ്പ കേസ് പ്രതി എടവണ്ണ മുണ്ടേകര സ്വദേശി കൊളപ്പട നിസാമിന്റെ കൂട്ടാളികളാണ്. മമ്പാട് സ്വദേശി കാമ്പ്രത്ത് ഷാജഹാനെയാണ് പ്രതികൾ മുൻ വൈരാഗ്യത്തെ തുടർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടവണ്ണയിൽ ഫർണിച്ചർ ഷെഡ് നടത്തുന്ന പരാതിക്കാരനെ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഇരുമ്പ് വടി കൊണ്ടും പട്ടിക കൊണ്ടും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഷാജഹാന്റെ ഇരു കാലുകളുടെയും എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തുവാനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് കൊടുവള്ളിയിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതികളെ രഹസ്യവിവരത്തെ തുടർന്ന് CIG പ്രൈജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവിടെ വെച്ച് കസ്റ്റഡിയിലെടുത്തു. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപ് പരാതിക്കാരനായ ഷാജഹാന്റെ ബന്ധുവിനെ വഫീദും വിജീഷും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുവാനും മറ്റും ഷാജഹാൻ മുൻകൈയെടുത്തിരുന്നു. ഇതിനെ മുൻവൈരാഗ്യം കൊണ്ടാണ് പ്രതികൾ ഷാജഹാനെ ആക്രമിക്കുവാൻ ഗൂഢാലോചന നടത്തിയത്. ഇതിനായി പ്രതികൾ ഗുണ്ടാ നേതാവ് നിസാമിന്റെ സഹായം തേടുകയും നിസാമിന്റെ നേതൃത്വത്തിൽ കാറിലെത്തിയ സംഘം ഷാജഹാനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായ നിസാം ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എടവണ്ണ ചെമ്പകുത്ത് സ്വദേശി റിദാൻ ബാസലിനെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയാണ് നിസാം. സ്വർണം, കുഴൽപ്പണം തട്ടിക്കൽ, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സംഘം ചേർന്നുള്ള ആക്രമണം, മണൽക്കടത്ത് തുടങ്ങി 20ഓളം കേസുകളിൽ പ്രതിയായ നിസാമിനെ മുൻപ് കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിസാമിന്റെ സംഘത്തിൽ ഉൾപ്പെട്ട വഫീദും വിജീഷും അമലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആക്രമണത്തിന് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ മറ്റുള്ളവരെയും കേസിൽ പ്രതി ചേർക്കും. ASI സുനിത MP, CPOമാരായ വിജിത് A, വിനീത്, ദിനേശ് K, സിയാദ്, ഷറഫ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, നിബിൻ ദാസ്റ്റി, ജോ ജേക്കബ്, P സജീഷ്, CK സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുന്നത്. വില വർധനവ് നിലവിൽ വന്നു. പെട്രോൾ, ഡീസൽ വില വർധനവിന് പിന്നാലെ അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന വില ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം വില വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ പദ്ധതിയില്ലെന്ന് അറിയിച്ചു. ഇന്ത്യയിൽ നിലവിൽ 60 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരവും 45 ദിവസത്തേക്കുള്ള LPG ശേഖരവും ഉണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണ് ശബരിമല തീർത്ഥാടകന് പരിക്കേറ്റു. ഗൂഡല്ലൂർ സ്വദേശി രവിചന്ദ്രനാണ് പരിക്കേറ്റത്.
നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരക്കൊമ്പ് പൊട്ടിവീണ് ശബരിമല തീർത്ഥാടകന് പരിക്കേറ്റു. ഗൂഡല്ലൂർ സ്വദേശി രവിചന്ദ്രനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ കാലിനും പരിക്കുണ്ട്. ഗൂഡല്ലൂരിൽ നിന്നും ഇന്നോവ കാറിൽ ശബരിമലയിലേക്ക് പോവുകയായിരുന്നു സംഘം. കനോലി പ്ലോട്ട് പരിസരത്ത് ചായ കുടിക്കുവാനായി വാഹനം നിർത്തി പുറത്തിറങ്ങുന്നതിനിടെയാണ് സമീപത്തെ മരക്കൊമ്പ് കാറിന് മുകളിൽ വീണത്. അപകടത്തിൽ കാറിനും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടി. 543 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 537 വിദ്യാർത്ഥികൾ വിജയിച്ചു. മാനവേദനെ സംബന്ധിച്ച് ഈ വർഷത്തെ SSLC റിസൾട്ട് വളരെ സന്തോഷകരമാണ്. 543 കുട്ടികളാണ് സ്കൂളിൽ പരീക്ഷ എഴുതിയിരുന്നത്. അതിൽ 6 കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും വിജയിച്ചു. ഇപ്പോൾ തന്നെ 18ഓളം കുട്ടികൾ ഫുൾ A+മായി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. 9 A+, 8 A+, 10 A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് കൂടാനാണ് സാധ്യത. ഈ വർഷം വളരെ പ്രയാസകരമായ രീതിയിൽ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ വളരെ ആശങ്കയിലായിരുന്നു. അതേപോലെ തന്നെ അധ്യാപകരും ആശങ്കയിലായിരുന്നു. പക്ഷേ എല്ലാ ആശങ്കകൾക്കും അറുതി വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നല്ലൊരു വിജയം തന്നെ ഈ വർഷം നേടാനായിട്ടുണ്ട്. വിജയം നേടിയ എല്ലാ കുട്ടികളെയും മാനവേദനിലെ മുഴുവൻ ടീമിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 99% വിജയം നേടുവാൻ സ്കൂളിന് സാധിച്ചു. 18 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും 14 കുട്ടികൾ 9 വിഷയങ്ങൾക്കും A+ നേടി. വിജയികളെ അധ്യാപകനും PTA SMC അംഗങ്ങളും ചേർന്ന് മധുരം നൽകി ആദരിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വഴിക്കടവ് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാംബ്ര ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ് മണ്ഡലം UDF കൺവീനർ സുനീർ മണൽപ്പാടം, ചെമ്പൻചെറി, ബിനീഷ് ജോസ്, ഉഷാവേലു, ജാഫർ പുലിയോടൻ, അസീസ് പാറപ്പുറം, KT ഉബൈദ്, രാജേഷ് കണ്ടത്തിൽ, സുബൈർ മാമങ്കര, PK റജീബ്, മാനു കൊന്നാടൻ, VP മത്തായി, ബിന്ദു വേലായുധൻ, സജി മാത്യു, ഗോപി ആനമറി, നാസർ ബാവ, അജ്മൽ കാട്ടു, PT ഉസ്മാൻ, അലവി കുരുക്കൾ, ഫ്രാൻസിസ് കാരിയാടി എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ശോഭിക വെഡിങ്സ് 2ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിലമ്പൂർ ജേക്കോം ചെയർമാൻ ജാബിർ മുഹമ്മദ് മുഖ്യാതിഥിയായി. ജനറൽ മാനേജർ റിഷാദ്, ഷോറൂം മാനേജർ ഷാക്കിർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫുകളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.